ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോർഡർ ഡിസൈൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4 ഡിഫറെൻറ്റ് ബോർഡർ ഡിസൈൻസ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോർഡർ ഡിസൈനിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ 3 സൈഡ്സിൽ ബ്ലൂ കളർ സ്കെച്ച് പെൻ കൊണ്ടിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4th സൈഡിൽ നമ്മൾ ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കേണ്ട, പകരം നമ്മൾ ഇതേപോലെ ജോയിനിങ് ആയിട്ടുള്ള കേർവ് ലൈൻസ് വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ അറ്റത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വേറെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാം, നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോർഡർ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബോർഡർ ഡിസൈൻ നോക്കാം. അതും വളരെ സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ കുറച്ച് കേർവ് ലൈൻസൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒന്ന് വരച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് വരയ്ക്കാനൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പൂക്കൾ, കുറച്ച് ഇലകൾ, ഇതൊക്കെ വരച്ചാൽ മതി. നമ്മുടെ ബോർഡർ ഡിസൈൻസ് സെറ്റാവും. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മുടെ ബോർഡർ ഡിസൈൻ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബോർഡർ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി തേർഡ് ബോർഡർ ഡിസൈനും ചെയ്യാൻ വളരെ ഈസിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതേപോലെ ഈ വീഡിയോയിലേക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഉള്ള ബോർഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ സ്പേസ് വിട്ട സ്ഥലത്തൊക്കെ നമ്മുടെ ഗ്രീൻ കളർ സ്കെച്ച് പെൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കേർവ് ലൈൻസൊക്കെ വരച്ച് കൊടുക്കാം. ഇനി ആ കേർവ് ലൈൻസിൽ നമുക്ക് ലീവ്സും വരച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ട്. ഇനി റെഡ് കളറ് മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ 2 അപ്പുറത്തെ സൈഡിൽ 2 അങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുത്തത്. അങ്ങനെ നമ്മുടെ തേർഡ് ബോർഡർ ഡിസൈനും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ബോർഡർ ഡിസൈനാണ്. യെല്ലോ മാർക്കർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ കുറച്ച് ഡൂഡിൽ ചെയ്ത് കൊടുക്കുക. ഡൂഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകം ഫില്ല് ചെയ്യേണ്ടത് ഫ്ലോറസൻറ്റ് യെല്ലോയും നോർമൽ യെല്ലോയും വെച്ചിട്ടാണ്. നിങ്ങൾക്ക് 2 മാച്ചിങ് കളേഴ്സ് എടുക്കാം, യെല്ലോ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഗ്രീൻ കളർ ഡ്യൂഡ്ലിംഗ് പെൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ഡ്യൂഡ്ലിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് കുറച്ച് ലീവ്സും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡ്യൂഡ്ലിങ്സും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 4th ബോർഡർ ഡിസൈനും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 ബോർഡർ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കല്ലേ. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ആയിഷ നസ്രിൻ ഫ്രം ആയിഷാസ് ആർട്ട് ഹായ്. താങ്ക് യു ഫോർ വാച്ചിങ്.